എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് വെള്ളക്കാരിയപ്പമാണ്. അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇത് പച്ച ചക്കയാണ്. അത് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഇനി ഇത് നന്നായി ഉപ്പും കൂട്ടി നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം കണക്കാക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് മല്ലിയില, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതേ പാകത്തിനെടുത്താൽ മതി. ഇനി ചുട്ട് നോക്കിയിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാര അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മൾ. അങ്ങനെ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ആയോ നോക്കാം. ഒരു വശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കുക. മുഴുവനായി തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ വശവും ഇതേപോലെ മുരിഞ്ഞ് വരട്ടെ. ആയോ നോക്കാം. മറ്റേ വശം ഇതേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മളെ വെള്ളക്കാരിയപ്പം റെഡിയായി. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അഥവാ നിങ്ങളിൽ നിന്ന് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ റവ അതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായ കാരിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.